അഡ്മിഷൻ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റൻ അതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. അതായത് ഇപ്പോ നമ്മുടെ ക്വസ്റ്റിനകത്ത് ജനറൽ റിസർവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ജനറൽ റിസർവ് അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. അപ്പം ഇതൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണ്, ഇപ്പോൾ ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 ഉണ്ട് എങ്കിൽ ഈ 10,000 ജനറൽ റിസർവ് അവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം? പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് അവർ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടാ അല്ലെ ജനറൽ റിസർവ് എന്ന് പറയുന്നത്. എന്താ റിസർവ് എന്ന് പറയുന്ന സംഭവം എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു എമൗണ്ട് ആണ് അല്ലെ. സോ ജനറൽ റിസർവ് ആക്ച്വലി എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് തന്നെയാണ്. ഈ പ്രോഫിറ്റ് ആരാണ് ഉണ്ടാക്കിയത്? പുതിയത് വന്നിട്ടുള്ള പാർട്ട്ണർ ആണോ? അല്ല, ഓൾഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലെ. സോ ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോ എന്താണോ അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത്രേ അറിയാനുള്ളൂ. ഓക്കെ, ഇനി അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരുന്നുണ്ടായിരിക്കാം? ഫോർ എക്സാമ്പിൾ ജനറൽ റിസർവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ജനറൽ റിസർവ് ആണ് ആൻഡ് ദെൻ നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. ജനറൽ റിസർവ് ഒരു 10,000 ഉണ്ട്. അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണെന്ന് വിചാരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി വരുന്നുണ്ടായിരിക്കാം? എന്താണ് ഇത്? പ്രോഫിറ്റാ അല്ലെ. ജനറൽ റിസർവ് എന്ന് പറയുന്നത് ആക്ച്വലി പ്രോഫിറ്റ് ആണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റൽ ബാലൻസിന് എന്താ സംഭവിക്കുക? പ്രോഫിറ്റിന്റെ ഷെയർ ആണല്ലോ. സോ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യും. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ജനറൽ റിസർവ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇനി ഉണ്ടോ? ഇല്ല. സോ ജനറൽ റിസർവിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ജനറൽ റിസർവോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലോ നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടായിരിക്കാം? യെസ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ഓക്കെ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടായിരിക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം അസറ്റ് സൈഡിൽ കാണിക്കുന്നതൊക്കെ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ഉള്ളതാണല്ലോ. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ലോസ് ആണെന്നാണ്. അപ്പം ഇത്തരത്തില് ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന് എന്താ സംഭവിക്കുക? ക്യാപിറ്റൽ ബാലൻസ് കുറയും അല്ലെ. സോ ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലെ. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പം എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടായിരിക്കുക? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ 2 എൻട്രിയും പഠിച്ചു വെച്ചേക്കാം. നമുക്ക് മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും എസ്എ ടൈപ്പ് ക്വസ്റ്റൻ അത് ഇത് കാണാറുണ്ട്. ഓക്കെ, ഇനി എസ്എ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അല്ലെ. സോ ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. പ്രോഫിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സോ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ലോസ് ആണെങ്കിലോ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്തത് അല്ലേ. സോ ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം അഡ്മിഷന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബാലൻസ് ഷീറ്റിൽ ഈ ഒരു ഐറ്റം ഇനി ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് ഓൾറെഡി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് എസ്എ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രജീന്ദർ ആൻഡ് സുരേന്ദർ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:1. അവരുടെ ഓൾഡ് റേഷ്യോ 4:1 ആണ്. ഓൺ April 15, 2017 they admit Narendra as a new partner. On that date there was a balance of 20,000 in general reserve. അപ്പോൾ നരേന്ദ്ര എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ഡേറ്റിൽ എന്താണ്? ജനറൽ റിസർവ് 20,000 ഉണ്ട്. ആൻഡ് ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹10,000 ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? എന്താണ്? ലോസ് ആണ്. ഓക്കെ, ഓർക്ക എന്നാണ് ലോസ് ആണ്. പാസ് നെസസറി ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പൊ നമുക്കിവിടെ 2 എൻട്രീസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എൻട്രി എഴുതാം ആൻഡ് ദെൻ ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എൻട്രി എഴുതാം. എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടായിരിക്കാം?
ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഓൾഡ് പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക അല്ലെ. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? രജീന്ദർ ആൻഡ് സുരേന്ദ്ര ആണ്. ഏത് റേഷ്യോയിൽ വേണം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? അവരുടെ ഓൾഡ് റേഷ്യോ ആയിട്ടുള്ള 4:1. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എൻട്രി എന്ത് വരും? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സുരേന്ദേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, നരേഷൻ എഴുതാം. ഇനി അടുത്ത ലോസ് ആണ്. ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴോ ക്യാപിറ്റൽ കുറയും അല്ലേ. സോ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സുരേന്ദേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശ്രദ്ധിച്ചാൽ മതി, ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.